ഷൊർണൂർ കണയത്തെ സ്വകാര്യ ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ BJP അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ ബഹളം. അമൃത് മിത്ര ജീവനക്കാരുടെ കരാർ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചും പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കണയത്തെ സ്വകാര്യ ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഇന്ന് അജണ്ടയിലൂടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്നാൽ ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയാണ് കൗൺസിൽ യോഗത്തിൽ ബഹളത്തിന് തുടക്കം. തനിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പരാമർശം ശരിയായില്ലെന്നും ക്വാറി പ്രവർത്തനത്തിൽ തന്റെ പേരിൽ കുറ്റം ചാർത്തുന്ന രീതി ശരിയായില്ലെന്നും ചൂണ്ടിക്കാട്ടി BJPയിലെ കൗൺസിലർ സിനി മനോജ് രംഗത്തെത്തിയതോടെ ബഹളം രൂക്ഷമാവുകയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കണമെന്ന് സിനി മനോജ് ആവശ്യപ്പെട്ടതോടെ തനിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ ഇപ്പോൾ വന്ന് നാടകം കളിക്കുന്നതെന്ന് സിനി മനോജിനെ വിമർശിച്ചുകൊണ്ട് ചെയർപേഴ്സൺ P. നിർമ്മല മറുപടി നൽകിയതോടെ BJP കൗൺസിലർമാരും ഭരണപക്ഷാംഗങ്ങളും രൂക്ഷമായ വാക്കേറ്റത്തിലെത്തുകയായിരുന്നു. ക്വാറി പ്രദേശത്ത് നിലവിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ചർച്ചയ്ക്ക് വന്നു. ക്വാറി പ്രശ്നം രൂക്ഷമായ വിഷയമാണെന്നും മണ്ണ് നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്നും നഗരസഭയുടെ വക്കീൽ മുഖാന്തരം വീണ്ടും ഹർജി നൽകി ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും നേരത്തെ നഗരസഭയുടെ വക്കീൽ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്നും കോൺഗ്രസിലെ കൗൺസിലർമാരായ K. കൃഷ്ണകുമാറും VK ശ്രീകൃഷ്ണനും പറഞ്ഞു. ജനങ്ങളോടൊപ്പമാണ് എന്നും നഗരസഭയെന്നും നഗരസഭയുടെ വക്കീലുമായി കൂടിയാലോചിച്ച് വീണ്ടും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സണും വൈസ് ചെയർമാനും യോഗത്തെ അറിയിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം അമൃത് മിത്ര ജീവനക്കാരുടെ കരാർ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ പ്രതിപക്ഷ BJP കോൺഗ്രസ് കൗൺസിലർമാരും ഭരണപക്ഷാംഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഞങ്ങള് ഈ നിലവിലുള്ള ആൾക്കാരെ തുടർന്ന് പോകുന്നത് ശരിയല്ല. ഇനിയും ഒട്ടനവധി ആളുകളുണ്ട്, നഗരസഭയുണ്ട്. പദ്ധതി പുതുക്കുന്നതിനോട് വിയോജിപ്പില്ലെന്നും കരാറിൽ പുതിയ ആളുകളെയാണ് നിയമിക്കേണ്ടതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായ തീരുമാനം എടുത്ത് മുന്നോട്ടു പോകാൻ കഴിയില്ല. കാര്യങ്ങൾ സുതാര്യമാകണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 15 അജണ്ടകളാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കായി വന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.